വിദഗ്ധർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ വിദഗ്ധ ടീം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാണല്ലോ. വിദഗ്ധ ടീം ഇവിടെ പരിശോധനയ്ക്ക് വരുന്ന മുന്നേ തന്നെ ഇവിടുത്തെ തെളിവുകൾ അവർ JCB ഉപയോഗിച്ച് കംപ്ലീറ്റ് സംഭവം അന്ന് രാത്രി തന്നെ ഒരു ഓർഡറും കൊടുക്കാതെ തന്നെ അന്ന് രാത്രി തന്നെ ഇവരെന്ത് ചെയ്ത് ഇവിടുത്തെ എല്ലാം JCB ഉപയോഗിച്ച് കണ്ട് നീക്കിയിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും നിർമ്മാണം നടത്താനുള്ള ശ്രമം നടത്തും. അവർ നിർമ്മാണം നടത്താനുള്ള ഇപ്പൊ കമ്പനി പറയുന്നത് ഒരു വിദഗ്ധ ടീം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ വിദഗ്ധ ടീം പരിശോധന നടത്തിയിട്ടല്ലേ ഒരു വർക്ക് തുടങ്ങാൻ പാടുള്ളൂ. അവർ പറയുന്നത് വേറെ ഒന്നുണ്ട്, ഈ ഭാഗത്തല്ലെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാം ഇവിടെ വർക്ക് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു 8-10 പോലീസുകാരെ വെച്ചാണ് പോലും ഇവിടെ വർക്ക് ആരംഭിച്ചത്. 10 പോലീസല്ല 4 ബസ് പോലീസ് വന്നാലും ഞങ്ങളെ ജീവൻ കൊടുത്ത് ഞങ്ങളിവിടെ ഈ വർക്ക് തടയും. നിങ്ങൾ നാട്ടുകാർ തടയുമെന്ന് പ്രതീക്ഷ പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു നിർമ്മാണം പുനരാരംഭിച്ചത്. ഞങ്ങൾ നിർത്തിച്ചാണ്. ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നാണ് തടഞ്ഞതാണ്. ഇന്നലെ രാത്രി. ഇന്നിപ്പോ രാവിലെ വീണ്ടും അവർ വർക്ക് എടുക്കുകയാണ് ഇവിടെ. NHA ആണോ അതോ കരാറിന്റെ ആളുകളാണോ ചെയ്യുന്നത്? KNRC ഇതിലെ ആരും തന്നെ ഇതൊന്നും കേൾക്കുന്നില്ല. നിസ്സാര സംഗതി പോലും പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ റെഡിയല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാഷണൽ ഹൈവേ എന്നൊരു വെള്ളം, ഈ വെള്ളം ഒഴുകാനുള്ള ഓകുചാലിൽ പഴയ ഓകുചാലിലേക്ക് പുതിയ കണക്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. NHAയുടെ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് വിദഗ്ധ സംഘം പരിശോധന നടത്തിയതിനു ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ എന്നുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ഇവിടെയുള്ള ആളുകൾ ഇത് നിർമ്മാണം ചെയ്യുന്നു. അത് ഉത്തരവാദിത്തം ജനങ്ങൾക്ക് സുരക്ഷിതമില്ലാത്ത നിർമ്മാണം എന്തുകൊണ്ട് ആവശ്യമുള്ളത്? അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം വലിയ പ്രശ്നമാണല്ലോ. അത് ജനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അതിനെപ്പോലെ ഗുരുതരാവസ്ഥ നടക്കുന്ന ഒരു സംഭവമാണിത്.